ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 82 ശ്ലോകം 6-7. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ധൃതാ ഭൂതാ ഭീതാഃ പ്രമഥകുലവീരാഃ പ്രമഥിതാഃ പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സചിവഃ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭീതേ. ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്നചാപേധപാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈരജ്വരീ ത്വജ്വരേണ ജ്ഞാനീ സ്തുത്വാഥ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. നിരുദ്ധ അശേഷ അസ്ത്രേ മുമുഹുഷി തവ അസ്ത്രേണ ഗിരിശേ ധൃതാഃ ഭൂതാഃ ഭീതാഃ പ്രമഥകുലവീരാഃ പ്രമഥിതാഃ പരാസ്കന്ദസ്കന്ദഃ കുസുമശരബാണൈഃ ച സചിവഃ സഹ കുംഭാണ്ഡഃ ഭാണ്ഡം നവം ഇവ ബലേന ആശു ബിഭീതേ. ചാപാനാം പഞ്ചശത്യാ പ്രസഭം ഉപഗതേ ഛിന്നചാപേ അഥ ബാണേ വ്യർത്ഥേ യാതഃ സമേതഃ ജ്വരപതിഃ അശനൈഃ അജ്വരി ത്വത് ജ്വരേണ ജ്ഞാനീ സ്തുത്വാ അഥ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സഹ ജ്വരഃ അഗാത് പ്രായഃ അന്തർജ്ഞാനവന്തഃ അപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. அந்த யுத்தமாக்கம் போனதில் சொல்லியிருந்தோ 5வது ശ്ലോകത്തിൽ 6ലെയും അതേതാൻ വരത് ഗിരിശേ നിരുദ്ധാ ശേഷാസ്ത്രേ തവ അസ്ത്രേണ മുമുഹുഷി. ശിവൻ അസ്ത്രങ്ങളെല്ലാം വിട്ടാർ, അതെല്ലാം ഭഗവാൻ കൃഷ്ണർ തടഞ്ഞാർ. അതുക്കപ്പുറം ഭഗവാൻ ഒരു മോഹനാസ്ത്രം പോട്ടാർ. ഭൂതാഹ ഭീതാഹ ദ്രുതാഹ. അതിൽ ശിവൻ മയങ്ങിപ്പോയിട്ടാർ, മോഹിതനായിട്ടാർ. ഉടനെ ഭൂതകളെല്ലാം ഭയന്ന് ഓടിപ്പോയിട്ടാർ. പ്രമഥകുലവീരാഹ പ്രമദിതാഹ. പ്രമഥ ഗണപുങ്കവന്മാർ അവ എല്ലാവരും അവൾക്കെല്ലാം അടി കടച്ചത്. അതാണത് എന്താ മെയിനാ നിന്നിരുന്നവാൾക്കെല്ലാം അടി കടച്ചത്. സ്കന്ദഃ കുസുമശരബാണൈഹി പരാസ്കന്ദത്. പ്രദ്യുമ്നോട് ബാണമേറ്റ് സ്കന്ദനുക്കും അടിപെട്ടതാണ്. സചിവഃ സഹ കുംഭാണ്ഡഃ ച നവം ഭാണ്ഡം ഇവ ബലേന ആശു ബിഭിതേ. മന്ത്രിയാണ് കുംഭാണ്ഡൻ. എപ്പോഴീന്നാ ഒരു പുതുശാന കുംഭാണ്ഡൻ, അവനോട് പേര് നവഭാണ്ഡം. ഭാണ്ഡം എന്ന എന്താ മൺപാനെ. മൺപാനെ മൺപാനെ ചിക്കരം ഉടഞ്ചിടുമില്ല, വേഗ വയ്ക്കാത്തതാണ്. അതേമാതിരി ബലരാമൻ എന്താ കുംഭാണ്ഡന് പരാജയപ്പെടുത്തിന அப்படின்னு சொல்ற. അഥ ബാണേ ചാപ്പാനാം പഞ്ചശത്യാ പ്രസഭം ഉപഗതേ. അതുക്കപ്പുറം ബാണൻ ഇരിക്കെ 1000 കൈ ചെന്നാളെ 500 വില്ലെടുത്തു വന്നാണ്. പഞ്ചശത്യ ശതം 100, പഞ്ചശത്യ 500. 500 വില്ലേം എടുത്തത് വറ ഉപഗതേ. ഛിന്നചാപേ വ്യർത്ഥേ യാതേ യാതേ. അതല്ലാത്ത എല്ലാ വില്ലേം മുറിച്ചു പോട്ടുവിട്ട യാദവ സൈന്യം அப்படி திரும்பி போயிடுறேன். வியர்த்தமாக திரும்பி போயிடுறேன், நான் சும்மா திரும்பி போகிறேன்னா.
സമേതഃ ജ്വരപതിഃ ത്വത് ജ്വരേണ അശനൈഃ അജ്വരി. അത് കഴിഞ്ഞ് ശിവജ്വരത്തെ ചൊല്ലി അനുപ്പെടുകയാണ്. അത് വിഷ്ണുജ്വരം വന്നിട്ട് വിഷ്ണുജ്വരം ശിവജ്വരവുമാണ് നിൽക്കരുത്. വിഷ്ണുജ്വരത്തോട് താപത്തിനാല് ശിവജ്വരം തപിക്കപ്പെട്ടു. ജ്വരേണ അശനൈഃ അജ്വരി. അഥ ജ്ഞാനീ സഹ ജ്വരഃ സ്തുത്വാ തവ ചരിതജുഷാം വിജ്വരം ദത്വാ അഗാത്. അന്ത ശിവജ്വരം ജ്ഞാനിയാ തീർന്നു കൊടുത്ത. എന്നിട്ട് ഭഗവത് കഥകൾ ആരെല്ലാം ചൊല്ലറാളോ അവൾക്കെല്ലാം ജ്വരം ബാധിക്കായിക്ക് അനുഗ്രഹം മണറെ അപ്പടി ചൊല്ലിയിട്ട് പോച്ച. അന്തർജ്ഞാനവന്തഃ അപീച്ച രൗദ്രാഹ ബഹുതമസ പ്രായഃ രൗദ്രചേഷ്ടാഹി. രുദ്ര പാർഷദന്മാർക്ക് തമോ ഗുണം അധികമാണെന്നാല് അവൾക്ക് ഉള്ളറിവുണ്ട്. ആന അവ ചെയ്യപ്പെട്ട കർമ്മങ്ങളെല്ലാം ചിലപ്പോൾ കൊഞ്ചം ക്രൂര കർമ്മങ്ങളായിരിക്കും. അതെന്നു തമോ ഗുണം വരത്തെ അങ്ക കോപം മുന്നിക്ക് നിൽക്കും. കോപം മുന്നിക്ക് നിൽക്കത്തെ അവ ചെയ്യപ്പെട്ട പ്രവർത്തികളെല്ലാം കോപത്തിലെ വാർത്തയെ അള്ളിക്കൊട്ടുവിടുക ഇല്ല. അപ്പൊ അപ്പടി വാർത്തകൾ വരത്തെ അത് മറ്റവാൾക്ക് വേദനിക്കും. അതൊന്നും അവ പാക്കം മാട്ട. അപ്പൊ അവളോട് എന്താ പ്രവർത്തികളെല്ലാം ക്രൂരവൃത്തികളായി. അവൾക്കെല്ലാം അഹങ്കാരം ശമിച്ച് സത്വഗുണം കടച്ചു കഴിയാതെ അവൾക്ക് ഉള്ളിരിക്കപ്പെട്ട ജ്ഞാനം വെളിയില് പ്രകാശം. ഹരേ കൃഷ്ണ.